പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് വെച്ചിട്ട് ഒരു തോരനാണ് കേട്ടോ. തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി തോരൻ. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് സൂപ്പർ തോരനാണ് കേട്ടോ. എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് വറവിനുള്ള ബീട്രൂട്ട് ഇവിടെ റെഡിയാണ്. ഇനി ഇതൊന്ന് അതിൽ തോലൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ബീട്രൂട്ടിൽ വളരെയധികം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ നല്ല രീതിയിൽ ഫൈബറും വളരെ കുറവ് കാലറി ഉള്ള ഒന്നാണിത്. രക്തസമ്മർദ്ദം കുറയ്ക്കാനുള്ള കഴിവ് നമ്മുടെ ബീട്രൂട്ടിനുണ്ട് കേട്ടോ. കൂടാതെ മറവി രോഗം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കാനും നമ്മുടെ ബീട്രൂട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ആയിട്ടാണ് ഞാനിവിടെ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് തോലൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ബീട്രൂട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എങ്ങനെയെങ്കിലും ഒന്നും ഉണ്ടാക്കിയാൽ അവർ കഴിക്കില്ലല്ലോ. അപ്പം നമുക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം കേട്ടോ. ആ ചെറിയൊരു ബീട്രൂട്ട് എനിക്ക് സാമ്പാറിൻ്റെ കഷ്ണം വാങ്ങുന്ന ടൈമിൽ അതിൻ്റെ കൂടെ കിട്ടിയതാണ്. ചെറിയൊരു വാട്ടമുണ്ട്, അതാ മുറിക്കാൻ നിന്ന് കളിയടുപ്പിക്കുന്നത്. തേങ്ങയൊക്കെ ഇട്ട് വെളുത്തുള്ളിയൊക്കെ ഇട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടാണ് ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു സൈസിലാണ് കേട്ടോ ബീട്രൂട്ട് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി കൂടി ഇതുകൂടി കട്ട് ചെയ്തെടുത്തിട്ട് വരാവേ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് 2 പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്തെടുക്കുന്നതിന് മുമ്പേ നമുക്ക് തോരനിലേക്ക് വേണ്ട തേങ്ങ കൂടി റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങയും വെളുത്തുള്ളിയും കൂടി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ബീട്രൂട്ട് കുക്ക് ചെയ്തെടുക്കാം. എങ്ങനെ കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പാത്രം ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ടു. നമുക്ക് നമ്മുടെ ബീട്രൂട്ടും പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കാം.
നമ്മുടെ പാകത്തിന് എരിവ് കണക്കാക്കിയിട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 ഇട്ടതെന്ന് വെച്ചാൽ അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. ഇനി നമ്മുടെ കറികളിലൊക്കെ പ്രധാന വിഭവമായ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മുടെ ബീറ്റ്റൂട്ട് വേവാൻ ആവശ്യമായ വെള്ളം കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി എടുത്ത് വെച്ച തേങ്ങയും വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. തേങ്ങ ഞാൻ ആദ്യം ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊന്ന് വെന്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ആദ്യം ഇടുന്നത്. അതല്ല ഒരു പകുതി മുക്കാലോളം വേവാകുന്ന സമയത്ത് തേങ്ങയും വെളുത്തുള്ളി ഇടുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് എന്തായി അറിയണ്ടേ? ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ലപോലെ വെന്ത് വരട്ടെ നമ്മുടെ ബീട്രൂട്ട്. അതുവരെ വെയിറ്റ് ചെയ്യാം. ഉപ്പൊന്ന് നോക്കാം കേട്ടോ. ഒരല്പം കുറവാണ്, അതുകൊണ്ട് ഞാൻ അല്പം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ കൂടി ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്കത് നന്നായി ഒന്ന് വെന്ത് വരട്ടെ. അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വറവ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അടിപൊളി ബീട്രൂട്ട് വറവ് ഇവിടെ, ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയി കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. വെളുത്തുള്ളിയുടെയും തേങ്ങയും വെളുത്തുള്ളിയൊക്കെ ഇട്ടതിൻ്റെ പ്രത്യേക ഒരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലെയിം ഇവിടെ ഓഫ് ചെയ്തിട്ടുണ്ട്. ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡിയായി. എല്ലാവരും ഒന്ന്
ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.